ഷമീൻ നാസിർ 2016 കാര്യമാണ് ആരാണ് പറയുന്നത്? 2016 കാര്യമാണ് കെ മുരളീധരൻ പറഞ്ഞത്. അതേ തെരഞ്ഞെടുപ്പിലെ തന്നെ വളരെ ബേസിക്കായി ഒരു ഹോംവർക്ക് നടത്തിയാൽ കിട്ടുമല്ലോ. കോഴിക്കോട് കുന്നമംഗലത്ത് ജമാഅത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പിന്തുണ ആർക്കായിരുന്നു? അത് LDF-നായിരുന്നു. ഇനി തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടത്ത് ആർക്കായിരുന്നു? അത് LDF-നായിരുന്നു. ഇനി തിരുവനന്തപുരത്ത് ആന്റണി രാജുവിന് ആരായിരുന്നു? അത് LDF-നായിരുന്നു. ഇനി തിരുവനന്തപുരത്ത് നേമത്ത് വി ശിവൻകുട്ടിക്ക് ആരാ പിന്തുണച്ചത്? അത് LDF, അത് ജമാഅത്തും വെൽഫെയറും LDF-നാണ്. അവരുടെ മാനദണ്ഡം എന്താണ്? BJP തോപ്പിക്കാൻ ഓരോ മണ്ഡലങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണം. ഈ കണക്ക് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളെന്ന് പറഞ്ഞു കേട്ടോ. അത് വളരെ ബേസിക്കായി എടുക്കാവുന്ന കാര്യമുള്ളൂ. ശ്രീ അമീൻ ഹസൻ ഇവിടെ വിജയരാഘവനോ അല്ലെങ്കിൽ P മോഹന മാഷോ കൊടിയ വർഗീയവാദികളൊന്നുമല്ല. ഇവരൊന്നും മുസ്ലിം വിരുദ്ധരോ അല്ല. ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പരമാവധിയിലടിക്കുകയാണ്. ആ പരമാവധിയിലടിക്കുമ്പോൾ ആ നറേറ്റീവിനെ ഏത് രീതിയിൽ നേരിടണം എന്നല്ലേ എതിർപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ആലോചിക്കേണ്ടത്. ആ ആലോചനയോട് ഉണ്ടാവുന്നുണ്ടോ അമീൻ ഹസൻ? ഹാഷ്മി, ഞാൻ പ്രകാശ് മാസ്റ്ററുടെ തമാശകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം CPM-ന് വേണ്ടി ഇത്തരം തമാശകളൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന് ഒരു മനസാക്ഷിയുള്ള മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം മത്സരിച്ച സന്ദർഭത്തിലൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കർ അദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധി. ഞാൻ അതിൻ്റെ കൂടുതൽ അദ്ദേഹത്തെ പരിഹസിക്കുന്നില്ല. ഏതായാലും ഹാഷ്മി, ഇതിലൊരു തമാശ നിങ്ങളൊന്ന് ആലോചിച്ചു. തമാശയില്ല, ഇത് ശരിക്കും വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഇതെന്താണ് ഈ പറയുന്നത്? 2016 ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ആർക്കൊക്കെ വോട്ട് കൊടുത്തു. ശരി, കെ മുരളീധരന് BJP-യെ പരാജയപ്പെടുത്താൻ വോട്ട് കൊടുത്തു. ഞാൻ ഇന്നിപ്പോൾ ഒരു വെൽഫെയർ പാർട്ടിയുടെ നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ 2016 വേറെ ആർക്കൊക്കെ വോട്ട് കൊടുത്തിട്ടുണ്ട്? അപ്പോൾ അവർക്ക് 3 ലിസ്റ്റ് ഉണ്ട്. ഒരെണ്ണം ഈ വെൽഫെയർ പാർട്ടിയും BSP-യും ചേർന്ന് സഖ്യമായി 41 സീറ്റുകളിൽ മത്സരിച്ചത്രേ. അത് കഴിഞ്ഞ് ഒരു 15ഓളം സീറ്റുകളിൽ കേരളത്തിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തൊട്ടടുത്ത വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അതിൽപ്പെട്ടതാണ് ഈ കെ മുരളീധരൻ. പിന്നെ അവരെന്ത് ചെയ്യണമായിരുന്നു? വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോട്ടെ SDPI-ക്ക് എന്ത് ചെയ്യണമായിരുന്നു ഹാഷ്മി? അവർ വേറെ മത്സരിക്കണമായിരുന്നോ? അതോ തോൽക്കുന്ന ഉറപ്പുള്ള പേരിന് വേണ്ടി മത്സരിക്കുന്ന CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമായിരുന്നു? ഹാഷ്മി വായിച്ച ആ ലിസ്റ്റിൽ ധർമ്മടത്ത് ആർക്കാ ജമാഅത്തെ ഇസ്ലാമി 2016 വോട്ട് ചെയ്തത്? സാക്ഷാൽ പിണറായി വിജയനാണ്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടാണോ? ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, താങ്കൾക്കാണ് ഞങ്ങളുടെ പിന്തുണ. ഇപ്പം പ്രകാശൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങുന്നതാണ്. ഹാഷ്മി, അപ്പം പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താ? 2016 വളരെ പരസ്യമായി കിട്ടിയ ഒരു വോട്ടിൻ്റെ കാര്യം, ഒരു മുസ്ലിം സംഘടന നൽകിയ വോട്ടിൻ്റെ കാര്യം 2024 ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ചയാവുക, ഇനി നാളെയും മറ്റന്നാളുമായി ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാക്കുക. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ താല്പര്യം? നരേന്ദ്രമോദി 2024 നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്നു, പാകിസ്ഥാൻ ജിഹാദ് നടത്തുന്നു, ഇവിടെ കോൺഗ്രസും മറ്റുള്ളവരും ചേർന്ന് വോട്ട് ജിഹാദ് നടത്തുന്നു, വോട്ട് ജിഹാദ് നടത്തുന്നവർ വിജയിക്കണമോ, രാമരാജ്യം ആഗ്രഹിക്കുന്നവർ വിജയിക്കണമോ എന്ന വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇതേ അജണ്ടയല്ലാതെ മറ്റെന്താണ് വിജയരാഘവൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണയോടുകൂടിയാണ് വിജയിച്ചത് എന്ന് കേരളത്തിൽ മലയാളത്തിലാണെങ്കിലും CPIM-ന്റെ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പ്രസ്താവന നടത്തുമ്പോൾ അത് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നറിയാതെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാത്രം വിജയരാഘവൻ നടത്തുന്ന ഒരു പ്രസ്താവനയാണത് എന്ന് നമ്മൾ വിശ്വസിക്കണമോ ഹാഷ്മി? ഇവരാരുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രചാരണം നടത്തുന്നത്? ഇപ്പോൾ ഹാഷ്മിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും അപഹാസ്യമാകുന്ന പ്രഹസനമായ ഒരു മറുപടിയും പരിഹാസ്യമായ നിലപാടുകളുമായിട്ട് പ്രകാശൻ മാസ്റ്റർ ഇവിടെ ഇങ്ങനെ താങ്കൾക്ക് ഇരുന്ന് തരുന്നുണ്ടല്ലോ. അവർക്കറിയാം ഞങ്ങൾ എത്ര പരിഹാസ്യരായാലും ഈ പ്രചരണത്തിലൂടെ, ഈ ഇസ്ലാമോഫോബിയയുടെ പ്രചരണത്തിലൂടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പോളറൈസേഷൻ്റെ താൽക്കാലിക ഗുണമെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ ചില മണ്ഡലങ്ങളിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ട്, അവിടെ കോൺഗ്രസ് തോൽക്കുക കൂടിയാണെങ്കിൽ തുടർ ഭരണം ഉറപ്പാക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ പോളറൈസേഷനിലൂടെ ഞങ്ങൾക്ക് ഈഴവ വോട്ടുകൾ, നായർ വോട്ടുകൾ, BJP-യിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തെ പോളറൈസ് ചെയ്തുകൊണ്ട് BJP-യും CPM-ഉം ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധമായ പോളറൈസേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് UDF-ൽ നിന്ന്, ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും കുറച്ച് വോട്ട് നേടിയെടുക്കാം എന്ന രാഷ്ട്രീയ പദ്ധതി, ഇത്രയും വിഷലിപ്തമായ ഒരു രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ചില ഗൗരവമായ ബാധ്യതകളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ചർച്ചകളെല്ലാം 2016 വളരെ പരസ്യമായ ഒരു സംഘടന
BJP-യെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ ഒരു മതേതര കക്ഷിക്ക് വോട്ട് നൽകി, ഒരു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി എന്നതിനെ 2024 ചർച്ചയാക്കുന്നതിന്റെ മുസ്ലിം വിരുദ്ധത, ഇസ്ലാമോഫോബിയ ഹാഷ്മിയെ ഞാൻ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ ആ നിലക്ക് നിങ്ങൾ ഇത് ഗൗരവമായി കാണണം. ഈ CPM-ന്റെ ഇത്തരം അജണ്ടകളിൽ കേരളത്തിലെ മൂലധന താല്പര്യമാണ്. ഇല്ല, ഇന്ന് ചർച്ച കാരണം എന്താണ്? അത് കെ മുരളീധരൻ പറയേണ്ട കാര്യം എന്താണ്? 2014 ജമാഅത്തിന്റെ വോട്ട് കിട്ടിയാൽ ഇന്ന് കെ മുരളീധരൻ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ജമാഅത്തെ കുഴി പോയി വീഴല്ലേ? മാധ്യമങ്ങൾ മാത്രമാണ്. ഞാൻ എത്താം അമീനാസ്, ഞാൻ എത്താമേ. ഷാഫിച്ചാലും അങ്ങനെ അമീനാസൻ പറഞ്ഞ മട്ടിൽ കുറച്ചുകൂടി ആഴത്തിൽ ഗൗരവത്തിൽ എനിക്ക് സമയം കിട്ടിയില്ലല്ലോ. ഞാൻ ഒറ്റ കാര്യം ഞാൻ ഈ ന്യൂസ് റൂമിലെ ഇസ്ലാമോഫോബിയെ കുറിച്ച് ഒരൊറ്റ കാര്യം ഇത് താങ്കളോടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് ഞാൻ താങ്കളുടെ 24-ന്റെ ഒരു കാർഡ് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ബോധപൂർവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എന്താണ് ഹാഷ്മി ഇത്? ഈ പച്ച നിറം, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പച്ച നിറം കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ, എന്തായാലും അതിൽ വേറെ എന്തായാലും റൂമിലെ ഇസ്ലാമോഫോബിയ എന്നതാണ് ഈ പച്ച. ഒന്നും ഉണ്ടാവില്ല. അതെ അതെ, ഒന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇങ്ങനെ ഒരു കൊടിയുണ്ടോ? ഇസ്ലാമിക്ക് ഇങ്ങനെ ഒരു കൊടിയുണ്ടോ? ഉണ്ടോ? ഇല്ലാത്ത കൊടി അവരുടെ പേരിൽ ചാർത്തി കൊടുക്കാവോ? അല്ല, പച്ച നിറത്തിൽ എനിക്കറിയാവുന്ന ജമാഅത്തെ ഇസ്ലാമി, ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ജമാഅത്ത് എന്താ, നിങ്ങൾ സാധാരണ എങ്ങനെയാണോ പോസ്റ്റർ അടിക്കുക? ഒരു സംഘടനയുടെ അവർക്ക് ഇല്ലാത്ത കൊടി അവർക്ക് ചാർത്തി കൊടുക്കും. കൊടിയെപ്പറ്റി നോക്കാം. പക്ഷേ ഈ പച്ച നിറത്തിന്റെ പ്രശ്നം എന്താണ്? മുസ്ലിം വിരുദ്ധമായ ഈ പച്ച നിറത്തിന്റെ പ്രശ്നം എന്താണ് താങ്കൾക്ക്? അല്ല, താങ്കൾക്ക് പച്ച നിറത്തിന്റെ പ്രശ്നം എന്താണ്? പച്ചക്കൊടിയുടെ പ്രസക്തി എന്താ? പച്ചക്കൊടി എന്താ പ്രശ്നം? അല്ല, പച്ചക്കൊടി എന്താണ് അമീന്റെ പ്രശ്നം എന്താണ്? അല്ല, പച്ചക്കൊടി അമീൻ കാണാൻ പ്രശ്നം എന്താണ്? ബന്ധപ്പെട്ട ചർച്ചയിൽ പച്ചക്കൊടിയുടെ പ്രസക്തി എന്താ? എന്താ അമിത്ഷാ പറഞ്ഞതല്ലാതെ പച്ചക്കൊടി പ്രശ്നം എന്താണ്? ഇല്ല, അമീനെ അല്ല, ശരി, അമിത്ഷാ പറഞ്ഞ പച്ചക്കൊടി പ്രശ്നം അല്ലാതെ ഈ പച്ചക്കൊടിക്ക് എന്താണ് അമീൻ കണ്ട പ്രശ്നം എന്താണ്? അത് മടക്കി വെച്ചേക്കൂ. അമിത്ഷാ പച്ചക്കൊടിയെ പറ്റി പറഞ്ഞു അവിടെ. ആ പച്ചക്കൊടി പ്രശ്നമല്ലാതെ അമീൻ കാണുന്ന ഈ കാർഡിലെ പച്ചയുടെ പ്രശ്നം എന്താണ്? അമീൻ കാണുന്ന ഈ കാർഡിലെ പച്ചയുടെ പ്രശ്നം എന്താണ്?